حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فلما أحس عيسى منهم الكفر قال من أنصاري إلى الله قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. നമ്മളെല്ലാം തന്നെ ധാരാളം ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലായാലും കുടുംബപരമോ സാമ്പത്തികമോ അതുപോലെ തന്നെ സാമൂഹികമോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിരന്തരമായി റബ്ബിനോട് ആവശ്യപ്പെടുന്നവരാണ്. ആ ആവശ്യങ്ങൾ നമ്മൾ പടച്ചവനോട് ചോദിച്ചിട്ട് അതിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള മറുപടി കാത്തു നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹുവിൻ്റെ സഹായം, നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്നെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി ഉത്സാഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഞാൻ പറയുന്നത്, നമ്മൾ അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു.
ആ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നിറവേറ്റി നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നിറവേറ്റണമെന്ന് അള്ളാഹുവും ആഗ്രഹിക്കുന്നു. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങളെപ്പറ്റി നമുക്ക് ബോധമുണ്ടോ? അത്തരം കാര്യങ്ങളിൽ നാം എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല 2 കാര്യങ്ങളാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. ഒന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു തആലയെ നിങ്ങൾ സഹായിക്കണമെന്നതാണ്. ഒന്നാമത് അല്ലാഹു പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു തആലയെ നിങ്ങൾ സഹായിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെയും സഹായിക്കും. വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു, അല്ലാഹുവിനെ സഹായിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു തആല സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പടച്ചവനെ സഹായിക്കണം. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു തആല ആവശ്യപ്പെട്ട കാര്യം ഇതാണ്, നിങ്ങൾ അല്ലാഹനെ സഹായിക്കണം. എങ്ങനെയാണ് റബ്ബിനെ സഹായിക്കുക? വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ എങ്ങനെ പടച്ചവനെ സഹായിക്കണം എന്നത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആമുഖമായി ഞാൻ ഊതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, ഫലമ്മ അഹസ്സ ഈസാ മിൻഹുൽ കുഫർ, ഈസ അവരിൽ ബനു ഇസ്രായേലരിൽ കുഫർ ദർശിച്ചപ്പോൾ, ബനു ഇസ്രായേലരുടെ ജീവിതത്തിൽ, ആദർശത്തിൽ, വിശ്വാസത്തിൽ കുഫർ അദ്ദേഹം കണ്ടപ്പോൾ, ഖാല മൻ അൻസാരി ഇലല്ലാഹ്, ആരുണ്ട് അല്ലാഹുവിലേക്ക് എന്നെ സഹായിക്കാനുള്ളവർ ആരുണ്ട്? ആ സമയത്ത് ഖാലൽ ഹവാരിയൂൻ, ഹവാരിയുകൾ, ഈസാ നബി അലൈഹിസ്സലാമയുടെ ശിഷ്യന്മാർ, അവർ പറഞ്ഞു നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ്. ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാണ്. വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, അനുസരണയുള്ളവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുക എന്ന് ഈസാ നബിയോട് ഹവാരികൾ മറുപടി പറഞ്ഞു. ഈ ആയത്തിൽ എന്താണ് പടച്ചവനെ സഹായിക്കാൻ ഈസാ നബി ഉദ്ദേശിച്ചത്? അള്ളാഹിനെ സഹായിക്കാൻ നിങ്ങൾ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അള്ളാഹിന്റെ സഹായികളാണ് എന്ന് അവർ മറുപടിയും പറഞ്ഞു. ഈ ആയത്ത് വിശദീകരിക്കവേ ഇമാം ത്വബരി ഇതിന് നൽകിയ വ്യാഖ്യാനം കാണാം. മൻ അൻസാരി ഇലല്ലാഹ് യഗ്നി ബിദാലിക് ഖാല ഈസാ മൻ അഗ്വനി അലൽ മുകദ്ദിബീന ബിഹുജ്ജത്തില്ലാഹ് വൽ മുവല്ലീന അൻ ദീനിഹി വൽ ജാഹിദീന നുബുവത നബിയിഹി ഇലല്ലാഹി അസ്സ വജല്ല. അദ്ദേഹം വിശദീകരിക്കുകയാണ് എന്താണ് ഈസാ നബി ഉദ്ദേശിച്ചത്. ഇതുകൊണ്ട് ഈസാ നബി പറഞ്ഞത് മൻ അഗ്വനി അലൽ മുകദ്ദിബീന ബിഹുജ്ജത്തില്ലാഹ്, കളവ് പറയുന്ന ആളുകൾ, ആ കള്ളവാദികൾക്കെതിരെ ഹുജ്ജത്ത്, തെളിവ്, അള്ളാഹുവിന്റെ തെളിവ് കൊണ്ടുവരാൻ, വൽ മുവല്ലീന അൻ ദീനിഹി, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിന്തിരിയുന്നവർക്കെതിരെ തെളിവ് കൊണ്ടുവരുവാൻ, വൽ ജാഹിദീന നുബുവത നബിയിഹി, അള്ളാഹുവിന്റെ നബിയുടെ നുബൂവത്തിനെ കളവാക്കുന്നവർ, അതിനെതിരെ പ്രവർത്തിക്കുന്നവർ, അവർക്കെതിരെ തെളിവ് കൊണ്ടുവരുവാൻ ആരാണ് എന്നെ സഹായിക്കുന്നത്? അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ ഇതാണ് സഹായം. അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ ദീൻ, അള്ളാഹുവിന്റെ മതം, ആ മതം മനുഷ്യർക്ക് പകർന്നു കൊടുക്കാൻ, ആ മതത്തിന് വിരുദ്ധമായ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ, ആ മതത്തിനെതിരായ ധാർമ്മിക സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യാൻ അതിന് വിശ്വാസികൾ മുന്നിട്ടിറങ്ങണം. ഇതാണ് അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞത്. തഫ്സീറുകളൊക്കെ നമ്മൾ പരിശോധിച്ചോ, ഈ അള്ളാഹുവിനെ സഹായിക്കുക എന്നതിനെ പറ്റി 2 വ്യാഖ്യാനാണ്. ഒന്ന് ജിഹാദാണ്, യുദ്ധമാണ്, ഖിതാലാണ്. രണ്ടാമത്തേത് ദഅവത്താണ്. ഇതാണ് വ്യാഖ്യാനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ എത്രത്തോളം റബ്ബ് സുബ്ഹാനഹു തആല നമ്മളോട് ആവശ്യപ്പെട്ട സഹായം, ആ സഹായം നമ്മൾ നൽകുന്നതിൽ എത്രത്തോളം നമ്മൾ മുൻപന്തിയിലുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിനെപ്പറ്റി ആളുകൾക്ക് പരിചയപ്പെടുത്താൻ, ഇസ്ലാമിനെപ്പറ്റി ആളുകളെ പഠിപ്പിക്കാൻ, ഇസ്ലാമിനെതിരെയുള്ള തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കണം. അത് നമ്മളോട് ആവശ്യപ്പെട്ടാണ്. നമ്മൾ എത്രയോ കാര്യങ്ങൾ റബ്ബിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നൽകണമെന്ന് ആഗ്രഹിക്കുന്നു.
അവന്റെ സഹായം പ്രതീക്ഷിക്കുന്നു, ജീവിതം അതിനുവേണ്ടി നമ്മൾ ത്യജിക്കുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് തിരിച്ചു ചോദിച്ച കാര്യം, അള്ളാഹുവിന്റെ മതത്തെ, ആ മതത്തെ കലിമത്തിനെ ഉയർത്തുന്നതിന് നീ എന്തു ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുമ്പോൾ എന്തുത്തരാണ് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ ജീവിതത്തിൽ അത്തരമൊരു ജീവിതക്രമം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി, ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്തെങ്കിലും, വലൗ ആയ, ഒരു ആയത്തെങ്കിലും, ബല്ലിഗു നിങ്ങൾ എത്തിക്കുക, അന്നി എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും നിങ്ങൾ എത്തിക്കുക. എന്താ എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും എത്തിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് ഇസ്ലാമിനെ പറ്റി പറയാൻ, പഠിപ്പിക്കാൻ, പ്രചരിപ്പിക്കാൻ, അതിൻ്റെ പ്രബോധനം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര നിങ്ങൾ ചെയ്യൂ. മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, അതിന്റെ ശറഹിൽ അവർ വിശദീകരിച്ചു. എന്താ അതുകൊണ്ട് ഉദ്ദേശം, ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ ഉദ്ദേശം, അഖ്ബിറുന്നാസ വഅല്ലിമൂഹും ബികുല്ലി മാ ജാഅ അന്നി വബല്ലഗ്തുകും ബിഹി മിനൽ ഖുർആനിൻ ഔ സുന്നഹ്. അല്ലാഹുവിന്റെ ഖുർആനിലോ റസൂലിന്റെ സുന്നത്തിലോ ഉള്ള കാര്യം, നിങ്ങൾക്ക് എന്നിൽ നിന്ന് വന്നു കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് ജനങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഓരോരുത്തർക്കും മറയുന്നതിൻ്റെ അത്ര, ഓരോരുത്തരുടെയും കഴിവിൻ്റെ അത്ര അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നോ അത് നിങ്ങൾ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. ഹദീസ് നേർക്ക് നേരെ അതിന്റെ ലാഹിറായിട്ടുള്ള മഅന, പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം, ആ അർത്ഥം വളരെ വ്യക്തമാണ്. ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിക്കണം. ഒരു ആയത്തെങ്കിലും. ഈ പദം, ഈ പ്രയോഗം സുവ്യക്തമാണ്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മതത്തെ നിങ്ങൾ പ്രബോധനം ചെയ്യണം, എത്തിക്കണം. നിങ്ങൾ അതിന് ആ തബ്ലീഗിൽ നിങ്ങൾ ഏർപ്പെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, നമ്മുടെ നാട്ടിൽ ചില കൾട്ടുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? ആരെങ്കിലും അവനവന്റെ കഴിവിനനുസരിച്ച് ഈ മതത്തിന്റെ പ്രബോധനത്തിൽ ഏർപ്പെടുന്നതിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന ആളുകൾ സൂക്ഷ്മത പറഞ്ഞിട്ട്, തഖ്വ പറഞ്ഞിട്ട്, സലഫിയത്ത് പറഞ്ഞിട്ട്, അഹ്ലുസുന്നയുടെ നിലപാട് പറഞ്ഞിട്ട്, ഉലമാക്കളുടെ ഫത്വകൾ വായിച്ചിട്ട് സാധാരണക്കാരായ ആളുകൾ ഈ പണിക്ക് നിൽക്കാൻ പാടില്ല. ഖിബാറുൽ ഉലമാക്കൾ മാത്രം, മഹാപണ്ഡിതന്മാർ മാത്രമേ ദഅവത്ത് നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്ന പ്രചരണം വ്യാപകമായി നമ്മുടെ കേരളത്തിൽ അഴിച്ചുവിട്ടിരിക്കുക. നോക്കൂ, പുതിയ തലമുറയെ കാര്യമായി സ്വാധീനിക്കുകയാണ്. ഈ മതത്തെ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുക? ഓരോ ദിവസവും ഓരോ ദിക്കിൽ നിന്നും നിരവധി അനവധി വിമർശനങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോപണങ്ങൾ ഈ മതത്തിനെതിരെ വ്യാപകമായി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അതിനെ തിരുത്താനും അതിനെ തടയാനും ആളുകൾക്ക് തെറ്റിദ്ധാരണ ദൂരീകരിക്കാനും കഴിയുന്ന ആളുകൾ കിബാറുൽ ഉലമാക്കൾ, അല്ലെങ്കിൽ അവർ വീട്ടിൽ കുത്തിയിരുന്ന് ദർസ് പഠിച്ചോളണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്തുപകാരമാണ് ഈ ദീനിനുണ്ടാക്കുക, ഈ ഉമ്മത്തിനുണ്ടാക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുപകാരമാണ് ഉണ്ടാക്കുക? ആളുകൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതാണ് സലഫിയത്ത്, ഇതാണ് സലഫിയത്ത്. ഒന്നാമത് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആളുകളുടെ ധാരണ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്തോ വേറെ ഒരു രീതിശാസ്ത്രമാണ് എന്ന് വിചാരിക്കാൻ. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഹദീസുകളും സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെയേ നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. അവരുടെ ഫഹ്മനുസരിച്ച്, അവരുടെ ധാരണയനുസരിച്ച്, അവരുടെ ഗ്രാഹ്യതയനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. നമ്മുടെ യുക്തിക്കോ നമ്മുടെ കാലഘട്ടത്തിൻ്റെ വ്യാഖ്യാനങ്ങൾക്കോ സയൻസിനോ അതുപോലെ തത്വശാസ്ത്രങ്ങൾക്കോ ഫിലോസഫിക്കോ ഒക്കെ അനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കാനും വളച്ചൊടിക്കാനും നിൽക്കരുത്. ഒരു ആയത്ത് സഹാബി എങ്ങനെ മനസ്സിലാക്കി, സഹാബിയിൽ നിന്ന് താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, അവരിൽ നിന്ന് തബഉ താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, അതാണ് സലഫ്. അവിടെ കഴിഞ്ഞു. സഹാബി, താബിഈ, തബഉ താബിഈ അവിടെ കഴിഞ്ഞു. സൗദി അറേബ്യയിലുള്ള ഏതെങ്കിലും പണ്ഡിതന്റെ ഖൗലാണ് സലഫിയത്ത് എന്ന് വിചാരിക്കുന്ന ഒരു അബദ്ധധാരണയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുക. അവരാണിത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് ഫത്വ,
സൗദി അറേബ്യയിൽ നിന്ന് ഫത്വ. നിങ്ങൾ നോക്കൂ, ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഇലക്ഷന്റെ സമയത്ത് നടന്ന പ്രചരണം, ഈ ഇലക്ഷന്റെ സമയത്ത് സാമൂഹിക തലങ്ങളിൽ നടന്ന പ്രചരണം, പ്രത്യേകിച്ച് ആധുനിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് വ്യാപകമായിട്ട് ഈ കൾട്ടുകൾ പറഞ്ഞു പരത്തി. എന്താ? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ ഹറാമാണ്. നിങ്ങൾ നോക്കണം, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ ഹറാമാണ്. ഏതൊരു സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏതൊരു സാഹചര്യത്തിലാണ്? ഫാഷിസം വേണോ, മതനിരപേക്ഷത വേണോ, ജനാധിപത്യം വേണോ എന്ന ചോദ്യം മുസ്ലിമിന്റെ മുമ്പിൽ അവന്റെ തലയുടെ മുകളിൽ വാളുപോലെ തൂങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ വിവരദോഷികളായിട്ടുള്ള ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചോദിക്കാണ്. ജനാധിപത്യ പ്രക്രിയ കുഫറാണ്, അതിന്റെ കീഴിൽ വോട്ട് ചെയ്യൽ ഹറാമാണ്. എന്നിട്ട് ഫത്വ കൊണ്ടുവരുന്നത് ആരുടേതാണ്? സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ ഫത്വകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മുസ്ലിം ഭരണാധികാരി എത്ര കുറവ് പറഞ്ഞാലും പോരായ്മ പറഞ്ഞാലും ഇസ്ലാമിക ഭരണമാണത്. അല്ലാതെ ഖുലഫാ റാഷിദീങ്ങളെ പോലെ അത്രയും പ്യൂരിറ്റിയുള്ള ഭരണമാകണമെന്നില്ല. കുറവുകളുണ്ടാവും, കുഴപ്പങ്ങളുണ്ടാകും, പോരായ്മകളുണ്ടാകും. പക്ഷേ അവിടെ ഖുർആനും സുന്നത്തും മാനദണ്ഡമാക്കിയിട്ടാണ് മൗലികമായ അതിൻ്റെ നിലപാട് നിലകൊള്ളുന്നത്. പ്രായോഗിക തലത്തിൽ വീഴ്ചകൾ ഉണ്ടാക്കാം. അവിടെ ഒരു ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലത്ത് പിന്നെ അതല്ലാത്ത വേറെ ഏതെങ്കിലും വ്യവസ്ഥകൾ സ്വീകരിക്കാൻ അവിടുത്തെ പണ്ഡിതന്മാർ സമ്മതിക്കോ? അവിടുത്തെ പണ്ഡിതന്മാരോട് ചോദിക്കാണ്, ജനാധിപത്യത്തെപ്പറ്റി, ഡെമോക്രസിയെപ്പറ്റി എന്താണ് അഭിപ്രായം? അവർ പറയില്ലേ അവരുടെ രാജ്യത്ത് ഡെമോക്രസി പാടില്ല എന്നവർ പറയില്ലേ? കാരണം എന്താ? ഒരു ഇസ്ലാമിക ഭരണത്തെ തലകീഴായി മറിച്ചിട്ട് ഡെമോക്രസി കൊണ്ടുവരാണോ, സോഷ്യലിസം കൊണ്ടുവരാണോ? സ്വാഭാവികമായും ആ ഒരു ഭൂമികയിൽ നിന്ന് അവർ പറഞ്ഞ ഫത്വകൾ അടർത്തിയെടുത്തിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. ഇന്ത്യയുടെ അവസ്ഥ എന്താ? സൗദി അറേബ്യയിലെ ഈ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്ന ദർസെടുക്കുന്ന പണ്ഡിതന്മാർക്ക് ഈ ഇന്ത്യയുടെ അവസ്ഥ എത്രത്തോളം അറിയാം? അവരോടാണോ ഇന്ത്യയെ പറ്റി ഫത്വ ചോദിക്കേണ്ടത്? വിവരക്കേടിന്റെ ഒന്നാമത് തുടങ്ങുന്ന അവിടുന്ന് അവരോട് ഫത്വ ചോദിക്കേണ്ടത്. അവർക്ക് എന്തറിയാം? ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന സാമൂഹിക സാഹചര്യത്തെ പറ്റി അവർക്ക് എന്തറിയാം? ഇവിടെ എന്താ നിലനിൽക്കുന്നത്? ഇവിടെ മുസ്ലിം സമുദായം പൗരത്വമുണ്ടാകുമോ ഇല്ലേ എന്ന് പേടിച്ചു നിൽക്കാണ്. ഓരോ സംസ്ഥാനങ്ങളിലും SIR കഴിയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ പൗരത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ. ഈ അവസ്ഥയുടെ പരിഹാരം എന്താ? നമ്മുടെ മുമ്പിൽ ചോദ്യമാണ്. ഇന്ത്യയിലെ മുസ്ലിമിന്റെ മുമ്പിൽ ചോദ്യം എന്താ? ചോദ്യം, നിങ്ങൾക്ക് ഫാഷിസം വേണോ, ജനാധിപത്യം വേണോ? വിവരമുള്ള മുസ്ലിം ഏതുത്തര പറയാ? വിവരമുള്ള മുസ്ലിം പറയേണ്ട ഉത്തരം എന്താ? പ്രമാണമറിയുന്ന മുസ്ലിം പറയേണ്ട ഉത്തരം എന്താ? ജനാധിപത്യം മതി, ഫാഷിസം മതി എന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ ഇടക്കാണ് ഈ കൾട്ടുകൾ ഈ ഫത്വവുമായിട്ട് വരുന്നത്. ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യൽ ഹറാമാണ്. അത് ആലോചിക്കണേ. ഫത്വ ഇവിടുന്ന് ഇറങ്ങിയത് സൗദി അറേബ്യയിൽ നിന്ന്. സൗദി അറേബ്യയിലെ ചർച്ച എന്താ? അവിടുത്തെ ഇസ്ലാമിക ഭരണം മാറ്റി പിന്നെ ഡെമോക്രസി കൊണ്ടുവരുമ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഡെമോക്രസിയിൽ തെറ്റില്ലേ? ആരാണ് തെറ്റില്ലെന്ന് പറഞ്ഞത്? നിങ്ങൾ നോക്കുക, ആരാണ് തെറ്റില്ലെന്ന് പറഞ്ഞത്? ഡെമോക്രസിയുടെ കാഴ്ചപ്പാട് മനുഷ്യന്റെ വിധിവിലക്കുകൾ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് എന്നതാണോ? അല്ല, മനുഷ്യര് തീരുമാനിക്കുന്നതാണ്. അതിനോട് നമുക്ക് യോജിപ്പുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഡെമോക്രസിക്ക് വേണ്ടി നിലനിൽക്കുന്നു? ഡെമോക്രസിക്ക് വേണ്ടി നിലനിൽക്കുന്നത് മനുഷ്യന് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജീവിത സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പൗരാവകാശത്തിന് വേണ്ടി. അത് മനസ്സിലാക്കണ്ടേ? ഒരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നമുക്ക് മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നു, അവർക്ക് ഇസ്സത്ത് നൽകുന്നു, മതപ്രബോധനത്തിന് സ്വാതന്ത്ര്യം നൽകുന്നു, മതം പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ആ വ്യവസ്ഥയ്ക്ക് കുറെ ദോഷമുണ്ട്. ആ വ്യവസ്ഥയിൽ വ്യഭിചാരം വ്യക്തിയുടെ അവകാശമായിരിക്കും. ആ വ്യവസ്ഥയിൽ സ്വർഗാനുരാഗം വ്യക്തിയുടെ അവകാശമായിരിക്കും, ഹ്യൂമൻ റൈറ്റ്സ് ആയിരിക്കും. അത് പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം സ്പേസ് തരുന്നൊരു മണ്ണിൽ ഒരു വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ ആ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യണ്ടേ? ആ വ്യവസ്ഥ പോയാൽ എന്താ പകരം വരാൻ പോണത്? ആ വ്യവസ്ഥ പോയാൽ പകരം വരുന്നത് ഫാഷിസമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അല്പ ബുദ്ധി പോലും ഇല്ലാത്ത മൗലാനമാർ
നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഈ ഫത്വകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂൽ അവരെപ്പറ്റി പറഞ്ഞത് എന്തറിയോ? ഖിയാമത്ത് നാളിൽ കുറെ റുവൈബിളകൾ വരാനുണ്ട്. റുവൈബിളകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു, ഇൻഷാ അല്ലാഹ് നമുക്കത് ഖുതുബകളിൽ പരാമർശിക്കാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ചില റുവൈബിളത്തുകൾ വരാനുണ്ട്. ആരാ റുവൈബിള എന്ന് പറഞ്ഞാൽ? ചില ചെറുപ്പക്കാരായ സംഘം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ, ചില ചെറുപ്പക്കാരുടെ സംഘം. അവരുടെ പ്രത്യേകത എന്താ? അവരുടെ കൂട്ടത്തിൽ തലമുതിർന്നവരുണ്ടാവൂല, ജീവിതാനുഭവമുള്ളവരുണ്ടാവൂല, ചെറുപ്പക്കാരാണ്. അവർ ആളുകൾക്ക് ഫത്വ കൊടുക്കാൻ തുടങ്ങും, ആളുകളെ അവർ വഴിപഴപ്പിച്ച് കളയും. നിങ്ങൾ നോക്കിക്കോ, ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഫത്വകളുമായി മനുഷ്യന്മാരുടെ മുൻപിലേക്ക് വരുന്നത് മുഴുവൻ റുവൈബിളത്തുകളാണ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഈ റുവൈബിളകളാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഇത്തരം അതിവാദങ്ങളിലേക്ക് നമ്മൾ പോകരുത്, നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്തിനോട് കടപ്പാടുണ്ട്, ഈ രാജ്യത്തിനോട് കരാറുണ്ട്. അതെങ്കിലും ആലോചിക്കണ്ടേ? ഒരു രാഷ്ട്രത്തോട് നമുക്ക് കരാറുണ്ട്, ആ കരാറ് നമ്മൾ പാലിക്കണ്ടേ? ആ കരാറ് നമ്മൾ പാലിക്കണം. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അഷ്ശൈഖ് നാസറുദ്ദീൻ അൽബാനി സ്വഹീഹ് എന്ന് ഹുക്മ ചെയ്ത ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, അൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം, മുസ്ലിമീങ്ങൾ ചില വ്യവസ്ഥകൾക്ക് മേൽ നിലകൊള്ളുന്നവരാണ്. കരാറുകളും വ്യവസ്ഥകൾക്കും ആ വ്യവസ്ഥകൾ, നിബന്ധനകൾ പാലിച്ചു നിൽക്കുന്നവരാണ്. മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്താ? അവർ നിബന്ധനകൾ പാലിക്കും. ഒരു സൊസൈറ്റിയായിട്ട് നിബന്ധന ഉണ്ടോ? ആ നിബന്ധന അവർ പാലിക്കും. ഒരു രാജ്യവുമായിട്ട് നിബന്ധനയുണ്ടോ? ആ നിബന്ധന അവർ പാലിക്കും. ഒരു ഗോത്രവുമായിട്ട് അവർക്ക് ഷർത്തുകളുണ്ടോ? ആ ഷുറൂത്തുകൾ അവർ പാലിക്കും. ഇല്ലാ ഷർത്തൻ ഹറമ ഹലാലൻ ഔ അഹല്ല ഹറാമൻ, അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കുകയും അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കുകയും ചെയ്യുന്ന ഷർത്തുകൾ ഒഴികെ ബാക്കി എല്ലാ ഷർത്തും അവർ പാലിക്കും. നമുക്കിവിടെ അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കാൻ നമ്മൾ നിർബന്ധിതനാണോ? അങ്ങനെ ഒരു ഷർത്ത് ഇന്ത്യ രാജ്യത്തുണ്ടോ? മദ്യം ഹറാമാണെന്ന് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? മദ്യപാനം ചിന്മയാണെന്ന് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. എവിടെ ഈ വ്യവസ്ഥ? അള്ളാഹ് ഹറാമാക്കി എന്താണ് ഹലാലാണ് എന്ന് നിർബന്ധപൂർവം അംഗീകരിക്കേണ്ട വന്നത് നമുക്ക് എന്താണുള്ളത് ഈ രാജ്യത്ത്? ഇവിടെ സ്വർഗാനുരാഗം അനുവദിച്ചിട്ടില്ലേ? ശരി, സ്വർഗാനുരാഗം പാപമാണ്, സ്വർഗാനുരാഗം വ്യതിയാനമാണ്, സ്വർഗാനുരാഗം മാനവിക വിരുദ്ധമാണ്, സ്വർഗാനുരാഗം പ്രകൃതി വിരുദ്ധമാണ്. ഈ രാജ്യത്ത് മൈക്ക് കെട്ടി മനുഷ്യരെ ഉത്ബോധിപ്പിക്കാനും അവരെ ബോധവൽക്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ മണ്ണിലുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താതെ ഇത് കുഫറാണ്, ഇതിന് വോട്ട് ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് അപകടകരമാണ് എന്ന് മാത്രമല്ല, ഈ കൾട്ടുകളുടെ പ്രവൃത്തി മൂലം ഈ സമുദായം അതിന് വില കൊടുക്കേണ്ടി വരും. നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഇവരിങ്ങനെ പറഞ്ഞൊപ്പിച്ചു പോകും, വില കൊടുക്കേണ്ടി വരും ഉമ്മത്താണ് ഇത്. 1940കളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ വാദം ഈ കേരളത്തിലുണ്ടായിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് താഗൂത്താണ്, ആ താഗൂത്തിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, ഈ രാജ്യത്ത് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്ന പഴയൊരു വാദം ഈ രാജ്യത്തുണ്ടായി. ആ വാദത്തിൽ നിന്ന് രൂപപ്പെട്ട തീവ്രവാദ ചിന്തകളാണ് ഇന്നും ഈ സമുദായം വില കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഈ സമുദായം അതിന്റെ വില, അതിന്റെ പിഴ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ രണ്ടാമത് അത് വീണ്ടും കൊണ്ടുവരാം, രണ്ടാമത് ഈ വാദം വീണ്ടും കൊണ്ടുവരാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോ, മുസ്ലിമിനെ സംബന്ധിച്ച് അവന് തോന്നിയതുപോലെ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല. ഈ രാജ്യത്തിനോട് വ്യവസ്ഥകൾ പാലിക്കണം. അത് മുസ്ലിങ്ങൾ എവിടെയായാലും പാലിക്കണം. അൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം, മുസ്ലിമീങ്ങൾ വ്യവസ്ഥ പാലിക്കുന്നവരാണ്, നിബന്ധനകൾ പാലിക്കുന്നവരാണ്, കരാറുകൾ പാലിക്കുന്നവരാണ്. ഇല്ലാ ശർത്തൻ ഹറമ ഹലാലൻ ഔ അഹല്ല ഹറാമൻ, അല്ലാഹ് ഹറാമാക്കിയത് ഹലാലാക്കുക, അല്ലാഹ് ഹലാലാക്കിയത് ഹറാമാക്കുക. ആ ഷർത്തല്ലാത്ത ബാക്കി എല്ലാ ഷർത്തും അവർ പാലിക്കും. ആ ഷർത്ത് നമുക്ക് പാടില്ല. അതിൻ്റെ ഒരു നിർബന്ധിത സാഹചര്യം ഇന്ത്യയിലില്ല. അതിന് നിർബന്ധിത സാഹചര്യം ഉണ്ടോ? നിങ്ങൾ നോക്കി, ഇന്ത്യ ഗവൺമെന്റ് ഹറാമായ എന്ത് സ്വാതന്ത്ര്യം മനുഷ്യന് നൽകുന്നുണ്ടോ ആ സ്വാതന്ത്ര്യം പാപമാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ?
അത് ഉപയോഗപ്പെടുത്തണം. അതല്ല നിങ്ങളെല്ലാം അത് അംഗീകരിച്ചേ പറ്റൂ, നിങ്ങളത് ചെയ്തേ പറ്റൂ. അപ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടാവേണ്ട പ്രശ്നം എന്താ? അപ്പോഴാണ് ഹിജറ പോകേണ്ടി വരുന്നത്. ഇവിടെ അതിന് യാതൊരു സാധ്യതയുമില്ല. ആ സാധ്യതയുടെ വാതിൽ തുറക്കാണ്. ആ സാധ്യതയുടെ വാതിൽ തുറക്കുക. ജനാധിപത്യം നശിച്ചാൽ, ജനാധിപത്യം നശിച്ച് ഫാഷിസം സമ്പൂർണമായി ഇന്ത്യയുടെ ആധിപത്യം കൈയാളിയാൽ ഈ അവസ്ഥ വരും. ഈ അവസ്ഥ വരും. പലതും നമ്മൾക്ക് നേരെ അവർ കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ ഹലാലാക്കാൻ അവർ നമ്മളെ നിർബന്ധിക്കും. അപ്പോ ആരാ തടഞ്ഞു നിർത്തുന്നത്? ആരാ തടുത്തു നിർത്തുന്നത്? തടുത്തു നിർത്തുന്നത് ഡെമോക്രസിയാണ്. അതാണ് ഡെമോക്രസിയോടുള്ള ബന്ധം. അല്ലാതെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണത്തെക്കാൾ മെച്ചമാണ് എന്ന് ഈമാനുള്ളൊരു മുസ്ലിം വിശ്വസിക്കോ? അള്ളാഹിന്റെ നിയമത്തെക്കാൾ വലുതാണ്, അള്ളാഹുവിന്റെ നിയമത്തെക്കാൾ വലുതാണ് പാശ്ചാത്യൻ ബുദ്ധിജീവികളുടെ ചിന്തകളിൽ നിന്ന് രൂപപ്പെട്ടു വരികയും ഇന്ത്യൻ ബുദ്ധിജീവികളുടെ സ്വതന്ത്ര സമര സേനാനികളുടെ അവരുടെ ഗവേഷണത്തോടു കൂടി പുതിയൊരു ഭാവവും തലവും സ്വീകരിച്ച ഇന്ത്യൻ സെക്യുലറിസം എന്ന് വിവരമുള്ള ആരെങ്കിലും പറയൂ? അംബേദ്കർ ആണോ? ഡോക്ടർ രാധാകൃഷ്ണനാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമത്തെക്കാൾ വലുത് എന്ന് ഇവിടെ ഏതെങ്കിലും മുസ്ലിം വിശ്വസിക്കോ? വേണ്ട, ഏതെങ്കിലും മതക്കാരൻ വിശ്വസിക്കോ? അവന്റെ വേദഗ്രന്ഥത്തിലുള്ള ബൈബിളിലുള്ളതിനേക്കാൾ മികച്ചതാണ് അംബേദ്കറിന്റെ ഭരണഘടന എന്ന് ആരെങ്കിലും പറയൂ? ആരെങ്കിലും വിശ്വസിക്കോ? അങ്ങനെ വിശ്വസിക്കാൻ നമ്മളോട് പറയുന്നുണ്ടോ? നമ്മളോട് ഈ വ്യവസ്ഥക്കുള്ളിൽ നിൽക്കാനാണ് പറയുന്നത്, ഈ കരാറിൽ നിൽക്കാനാണ് പറയുന്നത്. ആ കരാറിൽ നിൽക്കണം, ആ കരാർ സ്വീകരിക്കണം. ഈ രാജ്യത്തിന് എതിരെ ഇതിന്റെ അഖണ്ഡതയും ഭദ്രതയും തകർക്കുന്ന ഒരു പ്രവൃത്തിയിലും മുസ്ലിം ഏർപ്പെടാൻ പാടില്ല. അത് അല്ലാഹു റസൂലും പഠിപ്പിച്ചതാ. അൽ മുസ്ലിമൂന അലാ ശുറൂതിഹിം ഇല്ലാ ശർതൻ ഹറമ ഹലാലൻ ഔ അഹല്ല ഹറാമൻ. അല്ലാഹു ഹറാമാക്കിയത് ഹലാലാക്കിയത് ഹറാമാക്ക. ഈ ഷർത്തല്ലാത്ത ബാക്കി എല്ലാ ഷർത്തും അവർക്ക് ഉണ്ടായിരിക്കും, മുസ്ലിങ്ങൾ പാലിക്കും. അങ്ങനെ ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനിടയിൽ ഇത്തരം വാദങ്ങൾ കൊണ്ടുവന്നാൽ മുസ്ലിമീങ്ങളുടെ നാശത്തിനായിരിക്കും അതുണ്ടാവുക. നമുക്ക് യുദ്ധം ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, അല്ലാഹുവിന്റെ റസൂലേ, ഒരുത്തൻ പ്രശസ്തിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, മറ്റൊരുത്തൻ ഗോത്രത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇതിൽ ഏത് യുദ്ധമാണ് ഫീ സബീലില്ലയിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ യുദ്ധങ്ങളൊന്നും അള്ളാഹിന്റെ മാർഗത്തിൽപ്പെട്ട യുദ്ധമല്ല. മൻ ഖാതല ലിതകൂനു കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ ഫഹുവ ഫീ സബീലില്ലാഹ്. ആരാണോ അള്ളാഹിന്റെ കലിമത്ത് ഉന്നതമാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, യുദ്ധം ചെയ്യുന്നത്, അവന്റെ യുദ്ധമാണ് അള്ളാഹിന്റെ മാർഗത്തിലുള്ളത്. അള്ളാഹിന്റെ കലിമത്ത് അത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളെ മുസ്ലിം കൈവിടാൻ പാടില്ല. ഡെമോക്രസി നൽകുന്ന ഏറ്റവും വലിയ, അതിന് എന്തു പോരായ്മ ഉണ്ടെങ്കിലും, ഡെമോക്രസിക്ക് എന്തു പോരായ്മ നമുക്ക് ആരോപിക്കാം. ഡെമോക്രസിയുടെ ധാർമ്മികത ചോദ്യം ചെയ്യാം, ഡെമോക്രസിയുടെ മൂല്യസങ്കല്പം നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷെ ഡെമോക്രസി നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയുമോ? അള്ളാഹിന്റെ കലിമത്ത് മാനവ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നൽകുമ്പോൾ അത് തകർത്ത് തരിപ്പണമാക്കി ഫാഷിസത്തിന് കടന്നു വരാനുള്ള നയങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ, അവർ ഈ ഉമ്മത്തിനെ ഒറ്റിക്കൊടുക്കുന്നവരാണ്, അവരെ ചതിക്കുന്നവരാണ്. അതുകൊണ്ട് അത്തരം അതിവാദങ്ങൾക്ക് പിറകെ നമ്മൾ പോകരുത്. ചോദിക്കണതാണ്, അള്ളാന്റെ നിയമമാണോ ഇവിടെ നടക്കുന്നത്? ആർക്കാണ് അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുള്ളത്? അള്ളാഹുവിന്റെ നിയമങ്ങളല്ല ഇത്, ഇസ്ലാമിക ഭരണവുമല്ല, ഇത് ഡെമോക്രസിയാണ്. അതിൻ്റെതായ പോരായ്മ അതിനുണ്ടാകും. ധാർമ്മികതയുമായി മാറ്റുരച്ച് നോക്കുമ്പോൾ അതിൻ്റെ പോരായ്മയുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുമതം അനുസരിച്ചിട്ട് വ്യഭിചാരം പാപാണ്. ക്രൈസ്തവ മതം അനുസരിച്ചിട്ട് വ്യഭിചാരം പാപാണ്. ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് വ്യഭിചാരം പാപാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചോ? പാപല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പാപല്ല. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഈമാൻ അത് ബാധിച്ചോ? നമ്മളെന്തെങ്കിലും ഷർത്ത് പാലിച്ചോ? അള്ള ഏൽപ്പിച്ച എന്തെങ്കിലും ഷർത്തിനെതിരെ, അള്ള ഏൽപ്പിച്ച നിബന്ധനക്കെതിരെ എന്തെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ അത് നിർബന്ധിച്ചോ? അത് പറഞ്ഞു മനുഷ്യരോട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. പാപാണെന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവിക്കാം, പാപല്ല എന്ന് വിശ്വസിച്ചിട്ടും ജീവിക്കാം. ഇന്ത്യൻ ഭരണഘടന നിലപാട് എന്താണ്? പാപല്ല. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിലപാട്?
ഡെമോക്രസിയുടെ നിലപാട് വ്യഭിചാരം പാപല്ല, വ്യക്തിയുടെ ഹ്യൂമൻ റൈറ്റ്സിൽ പെട്ടാണ് വ്യഭിചാരം. എന്നാൽ ഇന്ത്യയിലെ എല്ലാ മതങ്ങളുടെയും കാഴ്ചപ്പാടിൽ വ്യഭിചാരം പാപാണ്. എന്നിട്ട് നമ്മൾ നിർത്തിയോ? വ്യഭിചാരം പാപമെന്ന് പഠിപ്പിക്കൽ നിർത്തിയോ? വ്യഭിചാരം അത് ചെയ്യാൻ പാടില്ലാത്താണ്, ലാ തഖറബു സിന എന്ന് നമ്മളിപ്പോൾ പറയാറില്ലേ? ഭരണഘടന അനുസരിച്ചിട്ട് അത് ഹ്യൂമൻ റൈറ്റ്സ് ആണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇനി ലാ തഖറബു സിന എന്ന് പറയണ്ട, ഭരണഘടനക്കെതിരാകും എന്ന് നമ്മൾ പറയാറുണ്ടോ? ഭരണഘടന നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ടോ, നിങ്ങൾ എന്തിനാ ഇത് പറയുന്നതെന്ന്? ഭരണഘടന പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളെ മതം പ്രബോധനം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളെ ഹറാമാണെന്ന് പഠിപ്പിക്കാനും നിങ്ങളെ ഹലാലാണെന്ന് പഠിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഈ മണ്ണ് തകർക്കുക, ഈ സാമൂഹികാന്തരീക്ഷം തകർക്കുക, ഇത് തകർത്തിട്ട് എന്താ ഇവർ കൊണ്ടുവരുന്നത്? എന്താ ഇവരെ കൊണ്ടുവരാൻ പറ്റുക? ഇവരെ കൊണ്ടുവരാൻ പറ്റുക ഫിത്ന മാത്രമാണ്, നാശം മാത്രമാണ്. ഡെമോക്രസിയോടൊപ്പം ചേർന്ന് നിന്ന് ഫാഷിസത്തിനെ പോരാടേണ്ടതിന് പകരം ഫാഷിസത്തിന് സഹായകമാകുന്ന നിലപാട് സ്വീകരിക്കുക. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ മുസ്ലിങ്ങളൊന്നും ഒട്ടിയില്ല എന്ന് വിചാരിച്ചു, എന്തായിരിക്കും അവസ്ഥ? ഈ വിവരം കെട്ട ജാഹിലുകൾ വരെ ഇവിടെ അന്നം തിന്ന് മാന്യമായിട്ട് വയല് നടത്താൻ അവർക്ക് അവകാശം കിട്ടുന്നത് തന്നെ നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടാ. സാധാരണ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്ന സുന്നി മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒക്കെ അടങ്ങുന്ന സാധാരണ മുസ്ലിമീങ്ങൾ ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ടാ. ഈ കൾട്ടുകൾക്ക് മൈക്ക് കെട്ടിട്ട് പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം വരെ കിട്ടുന്നത്. ഞാൻ പറയുന്നത് ഇത് ഗൗരവപ്പെട്ട കാര്യമാണ്. താക്കീത് ചെയ്യണം, ചോദ്യം ചെയ്യണം. 1950കളിൽ രാജ്യത്ത് വ്യാപകമായി പടർന്നു പിടിച്ച് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ തൂത്തുവാരി ഖബറിലൊതുക്കിയ ഈ പറയുന്ന ഹാക്കിമിയത്ത് ചിന്താഗതി, ഹാക്കിമിയത്തുള്ള ഈ സിദ്ധാന്തത്തിന്റെ പേര്, പടച്ചോന്റെ ഹാക്കിമിയത്ത്, അവന്റെ അധികാരം മാത്രം നിലനിൽക്കുക, ബാക്കി ഒരു അധികാരം അംഗീകരിക്കൂല, എല്ലാത്തിനോടും കലഹം, എല്ലാത്തിനോടും യുദ്ധം, എല്ലാത്തിനോടും എതിരി, ഈ ചിന്ത, ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം 1940കളിൽ 30കളിൽ രൂപപ്പെട്ട് 1950കളിൽ ശക്തി പ്രാപിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അതിനെതിരെ പറഞ്ഞ് അതിനെതിരെ ബോധവൽക്കരണം നടത്തി അതിനെ ഖബറിൽ കുഴിച്ചു വെച്ചതാ. ഇപ്പം മാന്തിക്കൊണ്ടുവരാണ് രണ്ടാമതും ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കൾട്ടുകൾ മാന്തിക്കൊണ്ടുവരാം. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കിക്കോ, അള്ളാന്റെ കലിമത്ത് ഉയർത്തുന്ന പദ്ധതിയല്ല ഇത്. അള്ളാന്റെ കലിമത്ത് ഉയർത്താൻ അവസരം ഡെമോക്രസിയാണ് നമുക്ക് നൽകുന്നത്, ഫാഷിസം അല്ല. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുമ്പിൽ രണ്ട് ചോദ്യമുള്ളൂ: ഡെമോക്രസി വേണോ, ഫാഷിസം വേണോ? ഇതറിയാത്ത, ഇത് തിരിയാത്ത ആളുകൾ ഈ സമുദായത്തിന് ശാപമാണ്. ഇത് തിരിയാത്തവർ ഈ സമുദായത്തിന് ശാപമാണ്. ഇന്ത്യൻ മുസ്ലിമുകളുടെ മുമ്പിൽ രണ്ട് ചോദ്യം: നിനക്ക് ഫാഷിസം വേണോ, നിന്നെ ഫാഷിസം ഭരിക്കണോ, ഡെമോക്രസി ഭരിക്കണോ? ഏതുത്തരം നമ്മൾ നൽകേണ്ടത്? ഖുർആനും സുന്നത്തനുസരിച്ച് ഏതുത്തരം നൽകേണ്ടത്? ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. വിശുദ്ധ ഖുർആൻ പറയാ, നിങ്ങൾ ബിർറ് കാണിക്കേണ്ടത്, ഖിസ്ത് കാണിക്കേണ്ടത്, പുണ്യം ചെയ്യേണ്ടത്, ചേർന്ന് നിൽക്കേണ്ടത് ആരോടാണ്? നിങ്ങളെ ദീനിന്റെ പേരിൽ നിങ്ങളെ പുറത്താക്കാത്തവർ എന്ന് പറഞ്ഞാൽ, നിങ്ങളെ പൗരത്വം ചോദ്യം ചെയ്യാത്തവർ, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തവർ, നിങ്ങളെ കൊല്ലാത്തവർ, നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ, അവരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണം. അടുത്ത ആയത്ത് സൂറത്ത് മുംതഹിന 8ാമത്തെ ആയത്ത് പറഞ്ഞു. 9ാമത്തെ ആയത്തിൽ അള്ളാഹു തുടർന്നു: നിങ്ങളെ മതത്തിന്റെ പേരിൽ പുറത്താക്കുന്നവർ, വീട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നവർ, ആട്ടിപ്പായിക്കാൻ പരസ്പരം സഹായിക്കുന്നവർ, അവരോട് നിങ്ങൾ ചേർന്ന് നിൽക്കരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് സഹായകമാകുന്ന നിലപാട് സ്വീകരിക്കരുത്. നമ്മൾ വോട്ട് ചെയ്യാതിരുന്നാൽ ആർക്ക് സഹായകമാകുന്ന നിലപാടാണ്? നമ്മൾ വോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ആലോചിച്ച്, കേരളത്തിലെ മുസ്ലിങ്ങൾ ഒന്നും വോട്ട് ചെയ്യുന്നില്ല. അടുത്ത പിന്നെ പാർലമെന്റ് ഇലക്ഷനോ, പിന്നെ നിയമസഭാ ഇലക്ഷനോ, ലോകസഭാ ഇലക്ഷനോ ഒക്കെ വരട്ടെ, നമ്മൾ ആരും വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചാൽ ഇവിടെ എന്ത് നടക്കും? അതൊക്കെ ചിന്തിക്കാൻ മനുഷ്യന്, അതൊക്കെ ചിന്തിക്കാൻ ആലിമുൽ അല്ലാമാവണ്ട. 2 വറ്റ് തലയിലുണ്ടായാൽ മതി. നിങ്ങൾ ആലോചിക്കുക, 2 വറ്റ് തലയിലുണ്ടായാൽ മതി. അതുപോലും ചിന്തിക്കാൻ കഴിയാത്തവരാണ് മൊല്ലമാരായി ചമഞ്ഞ്, മുഫ്തിമാരായി ചമഞ്ഞ് മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഇൻസ്റ്റഗ്രാം വഴി ഈ പറയുന്ന വൃത്തികെട്ട ആശയം, ഈ വൃത്തികെട്ട ഹാക്കിമിയത്ത് സിദ്ധാന്തം ഇത് ആളുകളിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സകല ഫിത്നകളെ തൊട്ടും നമ്മെല്ലാം കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
حمدا كثيرا طيبا مباركا فيه والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ഇസ്ലാമിൻ്റെ വളർച്ചയും മുസ്ലിം സമുദായത്തിൻ്റെ സുരക്ഷിതത്വവും ഈ ഉമ്മത്തിലെ ഓരോ അംഗത്തിൻ്റെയും നെയ്യത്തായിരിക്കണം. ഇസ്ലാമിനെ തളർത്തുന്ന, മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുന്ന ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക എന്നത് നമുക്ക് മേൽ നിർബന്ധമാണ്, വാജിബാണ്. ഞാൻ എൻ്റെ പ്രവർത്തനം മൂലം ഇസ്ലാമിന് ദോഷമുണ്ടാവുന്നു, മുസ്ലിം സൊസൈറ്റിക്ക് അപകടം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രവർത്തനം അള്ളാഹു ചോദ്യം ചെയ്യും. അത് പാപമാണ്, അത് ഇസ്മാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് കണക്ക് ചോദിക്കുക ചെയ്യും. അതുകൊണ്ട് ജീവിക്കുമ്പോൾ ശരിക്ക് ശ്രദ്ധിച്ചോളണം. എൻ്റെ പ്രവൃത്തി, എൻ്റെ പ്രസംഗം, എൻ്റെ വഅള്, എൻ്റെ ഇൽമിയായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇതുകൊണ്ട് ഈ ഉമ്മത്തിന് നാശം ഉണ്ടാക്കാൻ പാടില്ല. ഈ ഇസ്ലാമിന് അതിൻ്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കാനുള്ള സാമൂഹിക സാഹചര്യം തകർത്ത് കളയാൻ പാടില്ല എന്ന് ഓരോരുത്തരും ആലോചിക്കണം. ഏത് കക്ഷിയിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് സംഘടനയിൽപ്പെട്ടവനാകട്ടെ, സംഘടന ഇല്ലാത്തവനാകട്ടെ, ഏത് ഫിർഖയാകട്ടെ, ഏത് ഹിസ്ബാകട്ടെ, അവൻ ആലോചിക്കണം, എൻ്റെ വഅളുകൊണ്ട് ഉമ്മത്തിനൊരു ദോഷം ഉണ്ടാവരുത്, എൻ്റെ വഅളുകൊണ്ട് അള്ളാൻ്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കാനുള്ള സാമൂഹിക സാഹചര്യം നശിപ്പിച്ചിട്ട് ഫാഷിസത്തിന് കടന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാകരുത്, എൻ്റെ നയങ്ങൾ, നിലപാടുകൾ എന്ന ബോധം, ഒരു കോമൺ സെൻസ് പണ്ഡിതന്മാർക്കുണ്ടാവണം, അല്ലെങ്കിൽ വാലിങ്ങൾക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. പണ്ഡിതന്മാരുടെ ഇത്തരം അവിവേകം കാണുമ്പോൾ നേരെ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചെയ്യാൻ സാധാരണക്കാരന് ബാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാലോ അവിവേകം വിവേകം തിരിച്ചറിയാൻ. നിങ്ങൾക്കറിയാത്തത് അറബി ഭാഷൻ്റെ നഹ്വും സർഫും ആയിരിക്കാം, അതിൻ്റെ വ്യാകരണവും അതിൻ്റെ ഗ്രാമറും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കില്ല. നിങ്ങൾക്ക് വിവരമുണ്ടല്ലോ, സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് വിവരമുണ്ടല്ലോ. ഒരു പണ്ഡിതൻ മൈക്ക് കെട്ടി കയറി നിന്നിട്ട് അവൻ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന സാമൂഹിക സാഹചര്യം, ഉമ്മത്തിനെ നശിപ്പിക്കുന്ന സാമൂഹിക സാഹചര്യം പണിയുന്ന വർത്താനങ്ങൾ അവന് പറയുകയാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് നിർത്തിക്കിൻ്റെ വയലെന്ന് പറയാനുള്ള ബാധ്യത സാധാരണക്കാരനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പണ്ഡിതന്മാർക്ക് വിവേകവും സാധാരണക്കാർക്ക് അവിവേകത്തെ ചോദ്യം ചെയ്യാനുള്ള ശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് സമാധാനത്തോടു കൂടി സുരക്ഷിതമായി ശാന്തമായി അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക സാഹചര്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും അള്ളാഹു ഈ ഉമ്മത്തിന് കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സമൂഹത്തിന് സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായ സമാധാനവും ആശ്വാസവും രക്ഷയും നൽകുമാറാകട്ടെ. അവരെ ഉപദ്രവിക്കുന്ന, അവരെ വെച്ച് രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന, രാഷ്ട്രീയ നാടകങ്ങൾ ഉണ്ടാക്കുന്ന ശത്രുക്കൾ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചിന്തിച്ച് യുക്തിഭദ്രമായി വിവേകപൂർവ്വം പ്രമാണങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിവാദങ്ങളിൽ നിന്നും തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. പുതിയ തലമുറയെ അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല പ്രബോധകന്മാരാക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ആ തലമുറയിലൂടെ അള്ളാഹുവിൻ്റെ കലിമത്ത് ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കാനുള്ള തൗഫീഖ് ഈ പുതിയ തലമുറക്ക്, ന്യൂ ജനറേഷൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.